കാസർഗോഡ് പോക്സോ കേസിൽ ഇരയായ കുട്ടി പ്രതികളുടെ വലയിലകപ്പെട്ടത് ഡേറ്റിംഗ് ആപ്പ് വഴി. 18 വയസ്സായെന്ന് രേഖപ്പെടുത്തിയാണ് കുട്ടി ആപ്പ് ഉപയോഗിച്ചത്. ഏജന്റ് മുഖേനയാണ് പ്രതികൾ കുട്ടിയുടെ അടുത്തേക്ക് എത്തിയത്. 14 കേസുകളിലായി 18 പ്രതികളുണ്ട്. അരുൺ പാറക്കൽ ആ വാർത്തയുടെ വിവരണം ഒരിക്കൽ കൂടി ചേരുന്നു. അരുൺ, അപ്പോൾ കുറച്ചുകൂടി വലിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ ഒരു ആപ്പിലേക്ക് എത്തിപ്പെടുന്ന ഒരു 16-കാരൻ, ഒരു ഏജന്റ് അവിടെ ഉണ്ടാകുന്നു, ഏജന്റ് മുഖാന്തരം ഈ ആളുകൾ ഈ കുട്ടിയിലേക്ക് എത്തുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇതൊരു വലിയ ഒരു ഗൂഢ സെറ്റപ്പാണെന്ന് തോന്നുന്നു അരുൺ. ഹാഷ്മി, അത് തന്നെയാണ്. അടിമുടി ദുരൂഹതയുണ്ട്. ഇപ്പോൾ കേസിൻ്റെ ഓരോ ഘട്ടത്തിലും, അതായത് ഈ കേസ് സംബന്ധിച്ച് നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങളുടെ ഓരോ ഘട്ടത്തിലും ഇതിൽ ദുരൂഹതയുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ കുട്ടിയെ ആദ്യഘട്ടം മുതൽ തന്നെ, അതായത് ഒരു 14-ാം വയസ്സിലൊക്കെ ആരെങ്കിലും ഇങ്ങനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടാകും, കുട്ടിയെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് കുട്ടി ഈ ആപ്പിലേക്ക് എത്തിപ്പെട്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗേ ഡേറ്റിംഗ് ആപ്പാണ് ഈ കുട്ടി ഉപയോഗിച്ചിരുന്നതെന്ന് പുറത്തു വരുന്നുണ്ട്. ആ ഡേറ്റിംഗ് ആപ്പ് വഴി ഒരു ഏജന്റിനെ പരിചയപ്പെടുന്നു. ഈ ഏജന്റാണ് പ്രതികളിലേക്ക് കുട്ടിയെ എത്തിച്ചതെന്നാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും ഈ ഏജന്റ് ആരാണെന്ന കാര്യത്തിലൊരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. മറ്റാരെങ്കിലും, അതായത് മറ്റു കുട്ടികളും ഈ ആപ്പ് ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ആപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. നേരത്തെ ഞാനൊരു AEOയുടെ കാര്യം പറഞ്ഞിരുന്നു. അതൊരു ഫുട്ബോൾ ക്യാമ്പിൽ വെച്ചാണ് AEO കുട്ടിയെ ശാരീരികമായി ദുരുപയോഗം ചെയ്തതെന്നാണ് പുറത്തു വരുന്ന വിവരം. ഏജന്റ് മുഖേന മറ്റ് പ്രതികളിലേക്ക് എത്തിച്ചു. അതായത് കാസർഗോഡ് ജില്ലയ്ക്ക് പുറത്ത് കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം ജില്ലകളിലൊക്കെ തന്നെ പ്രതികൾ ഈ കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചിരുന്നു എന്ന കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് പോലീസ്. അത് ഏജന്റ് മുഖേനയാണെന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ നിലവിൽ 8 കേസുകളാണ് ജില്ലയ്ക്ക് പുറത്തുള്ളത്. 6 കേസുകൾ ചന്ദേര പോലീസ് സ്റ്റേഷനിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 8 കേസുകൾ ജില്ലയ്ക്ക് പുറത്തുണ്ട്. 14 കേസുകളിലായി 18 പ്രതികളെന്നാണ് ഇപ്പോൾ പോലീസ് ഒടുവിൽ പറയുന്ന വിവരം. അതായത് നേരത്തെ 14 പ്രതികളെന്നായിരുന്നു, പക്ഷേ 4 പ്രതികൾ കൂടിയിരിക്കുന്നു. 18 പ്രതികളിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ബാക്കി അറസ്റ്റ് ചെയ്യാനുള്ള 10 പ്രതികൾക്കായി ഇപ്പോൾ നിലവിൽ അന്വേഷണം നടക്കുകയാണ്. ഈ 10 പ്രതികൾക്കായി 4 CIമാരുടെ നേതൃത്വത്തിലാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഹാഷ്മി, സ്മിത. ശരി, അരുൺ പാർക്കലാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. അപ്പോൾ അത് ചെറിയ പരിപാടിയാണെന്ന് തോന്നുന്നില്ല. അത് ഏജന്റുമാരൊക്കെ ഏജന്റ് സമീപിച്ച് പറയുമ്പോൾ അതിന്റെ ഏജന്റുമാർ ഉണ്ടാവണമല്ലോ. അപ്പോൾ ഏജന്റുമാരൊക്കെ ഉണ്ടാവുന്ന രീതിയിൽ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന എന്തോ ഗുപ്തമായ എന്തോ വൻ അഥമ സെറ്റപ്പാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിലേക്ക് വിശദമായ അന്വേഷണം ഉണ്ടാവട്ടെ. നമ്മൾ ഡേറ്റിംഗ് ആപ്പിന്റെ പേര് പറഞ്ഞപ്പോൾ ഒരു മെസ്സേജ് കണ്ടായിരുന്നു, ഇനിയിപ്പോ സ്കാൻ കോഡും കൂടെ വെച്ചു കൊടുക്ക്, അതിലൂടെ കുട്ടികൾ കയറട്ടെ എന്ന്. പക്ഷെ അതങ്ങനെയല്ല കേട്ടോ. നമുക്കൊക്കെ ആഗ്രഹം ഇതൊക്കെ ഇല്ലാതാകണം എന്ന് തന്നെയാണ്. ഇത്തരം കാര്യങ്ങളിൽ കുട്ടികൾ ആപ്പ് ഇല്ലാതാവണമെന്നില്ല, പക്ഷെ അതിലേക്ക് കയറുന്ന കുട്ടികളുടെ പക്വത, പ്രായം ഒക്കെ പ്രധാനമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.